റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ടെലിഗ്രാമിൽ പെൺകുട്ടികളുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ വിൽപ്പന നടത്തിയ നിതിൻ മോഹൻദാസിന്റെ കുറ്റകൃത്യങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രങ്ങൾ വിൽപ്പന നടത്താനും പ്രചരിപ്പിക്കാനുമായി പ്രതി 3 ടെലിഗ്രാം ഗ്രൂപ്പുകൾ രൂപീകരിച്ചു. 11 ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയത്. ഈ നമ്പറുകളുടെ വിശദാംശങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. പെൺകുട്ടികൾക്ക് പ്രതി അശ്ലീല സന്ദേശം അയച്ചതിന്റെ തെളിവുകളും റിപ്പോർട്ടറിന് ലഭിച്ചു. ബന്ധുക്കളുടെ ചിത്രങ്ങളാണ് നിതിൻ മോഹൻ കൂടുതലായി ദുരുപയോഗം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, ഇപ്പോൾ നിതിൻ മോഹൻദാസ് എന്ന കൊടും ക്രിമിനലുമായി ബന്ധപ്പെട്ട് 25 വയസ്സേ ഉള്ളൂ. ഈ കൊടും ക്രിമിനലുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. 11 ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ഈ പരിപാടികൾ നടത്തിയതെന്നും ബന്ധുക്കളായ പെൺകുട്ടികളെ തന്നെയാണ് ഇരകളാക്കിയത് എന്നുമുള്ള വിവരമാണ്. അതിൽ അല്പം പ്രായമുള്ള 40 കഴിഞ്ഞ സ്ത്രീകൾ തൊട്ട് 5 വയസ്സുള്ള കുട്ടികൾ വരെയുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണല്ലോ ഇന്നലെ ഒരു പെൺകുട്ടി നമ്മളോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ പോലീസിന് മുന്നിലെത്തിയിരിക്കുന്ന തെളിവുകൾ ഷഹദ്? പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടില്ല. കാരണം ഈ പെൺകുട്ടികൾ പല പോലീസ് സ്റ്റേഷനുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ നമ്മൾ പുറത്തുവരുന്ന ഈ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് മാഹി സ്വദേശിയായിട്ടുള്ള മാഹിയിൽ പരാതി നൽകിയിട്ടുള്ള പെൺകുട്ടി ഈ നിതിന്റെ ഫോണിൽ നിന്ന് തന്നെ ശേഖരിച്ച വിശദാംശങ്ങളാണ്. കാരണം ഈ പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്നതിന് മുൻപ് തന്നെ ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ സഹോദരനും ഉൾപ്പെടെയുള്ള ആളുകൾ നിതിന്റെ വീട്ടിൽ പോവുകയും നിതിന്റെ ഫോൺ പിടിച്ചു വാങ്ങുകയും അതിൽ നിന്നെടുത്ത വിശദാംശങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതായത് ഈ പറയുന്ന പെൺകുട്ടികളൊക്കെ തന്നെ നിതിന്റെ സഹോദരിമാരും ഒപ്പം തന്നെ അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അതായത് നിതിനെ വർഷങ്ങളായിട്ട് ചെറുപ്പം മുതൽ അറിയുന്ന ആളുകളാണ്. അപ്പോൾ ഈ പെൺകുട്ടികൾ ഇത്തരം ഒരു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ, അതായത് നിതിനാണ് ഈ സംഭവങ്ങൾ ചെയ്തത് എന്ന് അറിഞ്ഞ ഉടൻ തന്നെ ഈ വീട്ടിൽ പോയി ആദ്യം സ്വാഭാവികമായിട്ട് അവർ ബന്ധുക്കളാണ്, ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാവുകയും പിന്നീട് നിതിന്റെ ഫോൺ പിടിച്ചു വാങ്ങുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിലാണ് ഈ ഡിവൈസിൽ എന്തൊക്കെയാണ് നിതിൻ ഒളിപ്പിച്ചു വെച്ചത് അല്ലെങ്കിൽ ഡിവൈസിലെ വിശദാംശങ്ങൾ ഈ കുടുംബം ശേഖരിക്കുന്നത്. ഒപ്പം തന്നെ നിതിന്റെ ഫോണിൽ നിന്നും ഈ ടെലഗ്രാമിന്റെ സ്ക്രീൻഷോട്ടുകൾ ഈ കുടുംബം തന്നെ എടുക്കുകയാണ് ചെയ്തത്. ആ സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യുന്നത്. അതിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് 3 ടെലഗ്രാം ഗ്രൂപ്പുകളാണ് നിതിൻ രൂപീകരിച്ചിട്ടുള്ളത്. ആ 3ന്റെയും അഡ്മിൻ നിതിൻ തന്നെയാണ്. അതായത് ആ അഡ്മിനിൽ പല അഡ്മിനുകളായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ നമ്പറുകളും നിതിന്റെ ഫോണിൽ തന്നെയാണ്. ഏകദേശം 11 സിമ്മുകൾ ഉപയോഗിച്ചാണ് നിതിന്റെ മെയിൽ വഴി ഇത്തരത്തിൽ ഈ ടെലഗ്രാം ഗ്രൂപ്പുകൾ ലിങ്ക് ചെയ്യുകയും അത് രൂപീകരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പെൺകുട്ടികൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു പരാതി അല്ലെങ്കിൽ ആശങ്ക എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ ഇവർ കണ്ടുപിടിച്ചിട്ടുള്ള ഫോൺ എന്ന് പറയുന്നത് അതൊരു പക്ഷേ നിതിൻ്റെതാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം പോലീസ് റെയ്ഡിൽ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ഫോൺ അത് നിതിൻ്റെതാകാൻ സാധ്യതയില്ല. നിതിൻ ഒരു S25 എന്ന് പറയുന്ന പുതിയ ഫോണാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ആ ഫോണിന്റെ കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. അതൊരു പക്ഷേ ഞാൻ പറയുന്നതിലുള്ള തെറ്റായിരിക്കാം. പക്ഷേ പെൺകുട്ടികൾക്ക് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ധാരണയുണ്ട്. അവരുടെ കയ്യിൽ ആ ഫോണിന്റെ സ്ക്രീൻഷോട്ടുമുണ്ട്. അപ്പോൾ ആ ഫോൺ വഴിയാണ് നിതിൻ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തത് എന്നുള്ളതാണ്. ആ ഫോൺ തന്നെയാണോ പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത് എന്ന കാര്യമാണ് പ്രധാനമായിട്ടും ഈ പെൺകുട്ടികൾ ഉന്നയിക്കുന്നത്. ആ ഫോണിൽ, അതായത് ഈ പെൺകുട്ടികൾ കണ്ടുപിടിച്ച, ഈ പെൺകുട്ടികളുടെ സഹോദരന്മാർ ഇവരൊക്കെ വീട്ടിൽ പോയി കണ്ടുപിടിച്ച ഫോണാണ് പോലീസ് കണ്ടുപിടിച്ചതെങ്കിൽ അതിൽ മുഴുവൻ വിശദാംശങ്ങളുമുണ്ട്. അതിന്റെ ഡിവേഴ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ വിശദാംശങ്ങളുണ്ട്. അതിൽ നമുക്ക് സ്ക്രീൻഷോട്ടിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് 11 സിമ്മുകളുടെ നമ്പർ അടക്കം നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ നമ്പറുകൾ ഉപയോഗിച്ചാണ് നിതിൻ ഈ കൃത്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു നമ്പർ മാത്രമാണ് എല്ലാവർക്കും നിതിൻ്റെത് അറിയുന്നത്. ബാക്കി നമ്പറുകളൊന്നും നിതിൻ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതല്ല എന്ന കാര്യമാണ് ഈ പെൺകുട്ടികൾ തന്നെ പറയുന്നത്. മാത്രവുമല്ല നിതിൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് പെൺകുട്ടികളോട് മാപ്പ് പറയുന്നതും അവരുടെ ചാറ്റുകളിൽ കാണാം. ഞാൻ അറിയാതെ ചെയ്തതാണ്, ഞാൻ അങ്ങനെ വിചാരിച്ച് ചെയ്തതല്ല, എനിക്ക് മാപ്പ് തരണം, ഇനി ഞാൻ ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പെൺകുട്ടികളോട് സ്റ്റേഷനിലല്ല പല പോലീസ് സ്റ്റേഷനുകളിലായി ഈ നിതിനെതിരെ പരാതികൾ വന്നിട്ടും ഇതുവരെ അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കാത്തതിന് എന്ത് വിശദീകരണമാണ്? ഇന്നലെ ഇപ്പോൾ നമ്മുടെ വാർത്ത വന്നതിനു ശേഷം എന്തെങ്കിലും ഒരു അനക്കം വച്ചിട്ടുണ്ടോ ഷഹദ്? തീർച്ചയായിട്ടും വാർത്ത പുറത്തു വന്നതിന് ശേഷം ഒന്ന് പ്രധാനമായിട്ടും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ മടിച്ച കുറെ പെൺകുട്ടികളുണ്ട്. അത്തരത്തിലുള്ള കുറെ അധികം പെൺകുട്ടികൾ നമ്മളെ വിളിക്കുകയും ഇന്നലെ നമ്മുടെ ഓഫീസിൽ വരികയും ചെയ്തിട്ടുണ്ട്. ചില കുടുംബാംഗങ്ങളൊക്കെ തന്നെ അവർ വന്ന് കൂടുതൽ പരാതികൾ നൽകാനും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിന് തയ്യാറാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരം പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഇറക്കും. ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട
പോലീസ് കൂടുതൽ സൈബർ വിദഗ്ധരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം മലപ്പുറം എസ് പിയുടെ നിർദ്ദേശപ്രകാരം കൂടുതൽ വിദഗ്ധരായിട്ടുള്ള സൈബർ സംഘം ഇന്നലെ പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഇതിന്റെ കേസിന്റെ വിശദാംശങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് സാധാരണ രീതിയിലുള്ള സ്റ്റേഷൻ നടപടികൾക്ക് പുറമെ വിദഗ്ധരായിട്ടുള്ള സൈബർ ഉദ്യോഗസ്ഥരെ വെച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ ശേഖരിക്കാനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പക്ഷേ ഈ വാർത്ത പുറത്തു വരേണ്ടി വന്നു, ഇത്തരത്തിൽ പോലീസ് ഒന്ന് അനങ്ങാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ ഈ ഓരോ പെൺകുട്ടികളും നൽകിയിട്ടുള്ളത് വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ്. ഒപ്പം തന്നെ ഓരോ പെൺകുട്ടികളുടെ കൈകളിലുള്ള ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ അത് പലതരത്തിലാണ്. കാരണം ഓരോ പെൺകുട്ടികൾ അനുഭവിച്ച അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് പല ആളുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അവർ ഈ ഗ്രൂപ്പുകളിൽ കയറിയിട്ടുള്ള വിശദാംശങ്ങളാണ് ഈ പെൺകുട്ടികളുടെ കൈവശമുള്ളത്. അപ്പോൾ ഈ മാഹി സ്വദേശിനിയായിട്ടുള്ള യുവതി നൽകിയിട്ടുള്ള പരാതി, ആ പരാതിയിൽ കുറെ കൂടി ഉൾക്കാമ്പുകളുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ ഫോൺ നമ്പറും അതുപോലെ തന്നെ ഇതിന് ഉപയോഗിച്ച കൂടുതൽ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള പരാതിയാണ് ഈ മാഹി സ്വദേശിനിയായിട്ടുള്ള യുവതി നൽകിയിട്ടുള്ളത്. ശരി, ഇതിപ്പോൾ ഈ നിതിൻ ഒറ്റയ്ക്കാണോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട്. ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അത് ഒരു ബിസിനസ്സായി കൊണ്ടു നടക്കുകയാണോ എന്ന സംശയം കൂടി വരികയാണ്.